ഓഫീസർ ഇൻ ഡ്യൂട്ടി കുഞ്ചാക്കോവന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഇതൊരു മൂവി റിവ്യൂ അല്ല. നമ്മളിവിടുന്ന് പറയാൻ കാര്യം ഇതിന്റെ സ്റ്റോറി ലൈനാണ്. സേ നോ ടു ഡ്രഗ്സ് ആൻഡ് ലെറ്റ് മീ ടോക്ക്. ഒരു ഭാഗത്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലൈഫിൽ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഡയറ്റും വർക്കൗട്ടും ഒക്കെ നോക്കി ലൈഫിൽ ഏത് സിറ്റുവേഷൻസും മാനേജ് ചെയ്യുന്നവർ, മറ്റൊരിടത്ത് പാർട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ന്യൂജൻ ലൈഫ് സ്റ്റൈൽ ഇതാണെന്ന് മുദ്രകുത്തി മെത്താഫിറ്റമിനും മരിജുവാനൊക്കെ കോമൺ തിങ് ആണെന്ന് കരുതി ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കരുതി പേഴ്സണൽ ഹെൽത്ത് കളയുന്നവർ. ആദ്യം പറഞ്ഞ വിഭാഗത്തിന് ഒരു ബിഗ് സല്യൂട്ട്. രണ്ടാമത് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ, അവർക്ക് തരാൻ എൻ്റെ ഒന്നുമില്ല, കുറച്ച് അവയർനെസ് മാത്രം. എത്രയും പെട്ടെന്ന് ഇതൊക്കെ നിർത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിർത്തിക്കും. ഡിപ്രഷൻ, ആങ്സൈറ്റി, വയലന്റ് ബിഹേവിയർ, അഗ്രഷൻ, ഇതൊക്കെ ആയിരിക്കും ആദ്യം. പിന്നീട് അതൊക്കെ സീരിയസ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലും. ആൻഡ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ മെമ്മറിയിൽ കൂടി ഉണ്ടാവില്ല. പാർക്കിൻസൺസ് ഉണ്ടാവാം, അൾഷിമേഴ്സ് ഉണ്ടാവാം, സീരിയസ് ആയിട്ടുള്ള പെർമനന്റ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാം. നിങ്ങൾക്കുണ്ടാകുന്ന സ്ലീപ്പ് ഡിപ്രിവേഷൻ, പൂവർ ന്യൂട്രീഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇതൊക്കെ നിങ്ങളുടെ ഇന്റേണലിയും ഫിസിക്കലിയുമായിട്ടുള്ള ഏജിങ് ട്രിഗർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 60 വയസ്സുകാരൻ, ഏറ്റവും മോശം ഹെൽത്തുള്ള ഒരു 60 വയസ്സുകാരനെ പോലെ ആയിപ്പോകും. ഗുണപരമായ തലച്ചോറുകൾ നമ്മുടെ നാടിന് ആവശ്യമാണ്. അതിനെ ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം നമുക്കിടയിൽ തന്നെ ഉണ്ട്. അവോയ്ഡ് ദം. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്.